കോഴിക്കോട് പയ്യോളിയിൽ 6 മാസം ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത. പയ്യോളി സ്വദേശി ഷമീമയാണ് ഇന്നലെ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. ഷമീമയെ വാടക വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. യുവതിയെ ഭർത്താവ് നിരന്തരം മർദ്ദിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒന്നര മാസം മുമ്പാണ് പയ്യോളി സ്വദേശി ഷമീമയെ അരിക്കുളത്തെ വാടക വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള യുവതിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ഇന്നലെ വൈകിട്ടോടെ മരണം സംഭവിക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തന്നെ യുവതി വിഷാംശം ഉള്ളിൽ ചെന്നതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിരുന്നെന്നും വയറ്റിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള പദാർത്ഥം കണ്ടെടുത്തതായും ഷമീമയുടെ സഹോദരൻ ഷമീം വെളിപ്പെടുത്തി. കൂടാതെ യുവതിയുടെ തലച്ചോറിന് ക്ഷതമേറ്റതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് ടൈം പറഞ്ഞാൽ ഇവിടെ എന്തോ വിഷം കഴിച്ച സംശയമുണ്ട്, ട്യൂബിട്ടർ എന്തോ ബ്ലാക്ക് കിട്ടി പോലെ. പിറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ തലക്ക് ബേക്കിൽ ഇഞ്ചുറി ഉണ്ട് പറഞ്ഞു. പക്ഷെ ഇവള് അന്ന് തൊട്ട് ഇന്നലെ വരെ കോമയിലുള്ളത്. ഇവിടെ എന്താ പറയുക സംസാരിച്ചതൊന്നുമില്ല. മറിച്ചത് വയസ്സ് 22 വയസ്സ് കുട്ടിയാണ്, പിന്നെ 7 മാസം ഗർഭിണിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് മുന്നോട്ട് ഡെലിവറി കിട്ടണം. നമുക്ക് പറയുന്നത് അറിയണം, എന്താ പറ്റിയ നമുക്ക് അറിയണം. ഭർത്താവ് മുൻപും ഷമീമയെ വകവരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും 1.5 വർഷം മുമ്പ് ഇയാൾ ഓട്ടോറിക്ഷ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ നോക്കിയതിൽ ഷമീമയുടെ കൈകാലുകൾക്ക് പരിക്കേറ്റിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. യുവതിയുടെ ഭർത്താവ് നിരന്തരം മർദ്ദിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.